പ്രിയദർശിനി പദ്ധതി പോലെയുള്ള വിസ്മയങ്ങൾ കായിക ടൂറിസം മേഖലയിലും ഉണ്ടാകണമെന്നാണ് ഉയരുന്ന ആവശ്യം. കാർഷിക മേഖല കഴിഞ്ഞാൽ ജില്ലയുടെ വരുമാനത്തിന്റെ നട്ടെല്ലാവുന്ന ടൂറിസം മേഖലയിൽ വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് മേഖലയിൽ നിന്നുള്ളവരുടെ പ്രതീക്ഷ. ഇതോടൊപ്പം സംസ്ഥാനത്തിന്റെ കായിക ഹബ്ബ് ആകുവാനുള്ള ജില്ലയുടെ കുതിപ്പിന് വി.ഡി. സതീശൻ അവതരിപ്പിക്കുന്ന ബജറ്റ് കൈത്താങ്ങാവുമെന്ന് കായിക മേഖലയും പ്രതീക്ഷിക്കുന്നു. ജില്ലയിലെ കായിക മേഖല വലിയ കുതിപ്പിലാണ്. മുൻ സർക്കാർ കൊണ്ടുവന്ന നിരവധി പദ്ധതികളാണ് കുതിപ്പിന് ആക്കം കൂട്ടുന്നത്. പക്ഷേ ഇവയൊന്നും പൂർണ്ണതോതിൽ പൂർത്തിയാക്കുവാൻ ഇനിയും ആയിട്ടില്ല. പദ്ധതികളുടെ പൂർത്തീകരണം ബഡ്ജറ്റ് പ്രഖ്യാപനത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. കേരള അല്ലെങ്കിൽ ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് നമുക്കൊരു വരദാനമായി കിട്ടിയിരിക്കുന്ന ഹൈ ആൾട്ടിറ്റ്യൂഡ് കാലാവസ്ഥ കൊണ്ട് നമുക്ക് ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്റ്റാറ്റസ് ഉള്ള സ്റ്റേഡിയങ്ങൾ രണ്ടെന്ന നിലയിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു സ്റ്റേഡിയം യാഥാർത്ഥ്യമായി, ഒരു സ്റ്റേഡിയം പൂർത്തീകരണത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് പിള്ളേർക്ക് അടിസ്ഥാന ഹോസ്റ്റൽ സൗകര്യം വേണം. അവർക്ക് കായിക താരങ്ങൾ എത്തുമ്പോൾ അവർക്ക് കുറഞ്ഞ ചെലവിൽ താമസിക്കാനുള്ള സൗകര്യങ്ങൾ, അങ്ങനെയുള്ള സൗകര്യങ്ങൾ ഉണ്ടാകണം. അങ്ങനെ നിരവധിയായ കാര്യങ്ങളും കൂടി ഒത്തിണങ്ങി വന്നാലും നമ്മൾ ഉദ്ദേശിക്കുന്ന കോടിക്കണക്കിന് രൂപ നമ്മൾ ഈ മേഖലയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് സാധാരണ ജനങ്ങൾക്കും കായിക താരങ്ങൾക്കും പ്രയോജനം ചെയ്യണമെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ സ്ഥാപനങ്ങളെ നമുക്ക് കണക്ട് ചെയ്ത് വരേണ്ടതായിട്ടുണ്ട്. അത് ഈ ബഡ്ജറ്റ് തീർച്ചയായും ഉണ്ടാകുമെന്ന് തന്നെയാണ് വിശ്വസിക്കുക. എന്ന് പറഞ്ഞാൽ എല്ലാ മേഖലയും സ്റ്റഡി ചെയ്ത് പഠിച്ച് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റ് ആയിരിക്കും. അപ്പോൾ കണ്ടു മനസ്സിലാക്കിയ ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ ഈ മേഖലയെക്കുറിച്ച് അറിയാവുന്ന മറ്റ് സംവിധാനങ്ങളൊക്കെയുള്ള പിന്തുണ കൊടുക്കുന്ന മറ്റ് സംവിധാനങ്ങളൊക്കെ ഉള്ളപ്പോൾ തീർച്ചയായും ഞാൻ കായിക മേഖല ഒരു അധ്യാപകൻ എന്ന നില അല്ലെങ്കിൽ കായിക മേഖല വർക്ക് ചെയ്യുന്ന ഒരാളെന്ന നില ഈ ബഡ്ജറ്റിനെ വളരെ നല്ല പോസിറ്റീവായിട്ടാണ് ഞങ്ങൾ കാണുന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കൂടെ കോർത്തുണ്ടെങ്കിൽ നമ്മുടെ ഇടുക്കി ഒരു കായിക ഹബ്ബായിട്ട് തന്നെ മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും. വിനോദസഞ്ചാര മേഖലയിൽ ഉൾപ്പെടെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നു. കയറി ചുരുങ്ങിയ സമയം കൊണ്ട് ജനപ്രിയമായ പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ട്. ഈ ബഡ്ജറ്റിൽ എന്തായാലും ഇടുക്കിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഭൂപ്രശ്നങ്ങളാണ്. അത് പരിഹരിക്കുന്നതിന് വേണ്ട എന്ത് നടപടി ഉണ്ടാകും. അതുപോലെ ഇടുക്കി ജില്ലയിലെ മുൻ സർക്കാരുകളൊക്കെ പ്രഖ്യാപിച്ച പാക്കേജുകൾ അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് പുതിയ ഇടുക്കി മെഡിക്കൽ കോളേജ്, നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രി, ഇതിൻ്റെയൊക്കെ പൂർത്തീകരണം തീർച്ചയായും ഉണ്ടാകും എന്ന് തന്നെയാണ്. അതുപോലെ തന്നെ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇവിടെ വന്നപ്പോൾ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അതൊക്കെ തീർച്ചയായും ഈ ബഡ്ജറ്റിൽ ഉണ്ടാകും. അത് തീർച്ചയായും ഇടുക്കി ജില്ലയ്ക്ക് വളരെയേറെ പ്രയോജനം ചെയ്യുന്ന ഒരു ബഡ്ജറ്റ് ആയിരിക്കും വരാൻ പോകുന്നത് എന്ന് നമുക്ക് 100% വിശ്വാസം. കായിക, ടൂറിസം, ആരോഗ്യ മേഖലകളിലുള്ള പ്രഖ്യാപനങ്ങളായിരിക്കും നാളെ അവതരിപ്പിക്കുന്ന ബഡ്ജറ്റിൽ ജില്ലയുടെ കുതിപ്പിന് ആക്കം കൂട്ടുക. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.